ഹായ് ഗായ്സ്. സോ ഒരു സൺഡേ വ്ളോഗാണ്, സൺഡേ ഈവനിങ് വ്ളോഗ്. ഈവനിങ് ആയതിൻ്റെ ഒരു സങ്കടമുണ്ട്, കാരണം നാളെ ഇനി മൺഡേ ആവും പെട്ടെന്ന്. ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഇല്ലായിരുന്നു. രാവിലെ ആയിട്ട് ഡാൻസ് പ്രാക്ടീസ്, അതിന് പോയി. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക്. പിന്നെ വീട്ടിൽ കുറച്ച് നേരം ഡാൻസ് കളിച്ചു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഒരു മൂവിക്ക് പോവുകയാണ് വിത്ത് ഹേസൽ, മൈ ഫ്രണ്ട്. അവൾ ആക്ച്വലി കുറേ നാളായി കണ്ടിട്ട്. ഞാൻ നാട്ടിൽ വന്നത് ഡിസംബർ 2025 ആണ് വന്നത്. അതിന് മുന്നേ 2-3 മാസം മുന്നെയാണ് ഹേസലിനെ കണ്ടത്. അതിനുശേഷം ഹേസലിനെ കുറേ നാളായി കണ്ടിട്ട്, 3-4 മാസമായി കണ്ടിട്ട് ഹേസലിനെ. സോ ഇന്ന് കാണുന്നു, ഗോയിങ് ടു പിക്ക് ഹർ അപ്പ്. ആൻഡ് ദെൻ ഫ്രം ദെയർ നമ്മൾ മിക്കവാറും ഒരു സ്റ്റോറി പോവും. അത് ഈ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പം അത് പോവും. ബട്ട് ഐ ഡോണ്ട് നോ, കാരണം ടൈം ഇച്ചിരി പ്രശ്നമാണ്. 7:25 മൂവി, ഇപ്പോൾ തന്നെ 6:40 ആയി. അതുകൊണ്ട് അങ്ങ് ഹേസലിൻ്റെ വീട് വരെ എത്തുമ്പം തന്നെ 20 minutes എടുക്കും. സോ ലെറ്റ്സ് സീ. എന്തായാലും പ്ലാൻ എന്താണെന്ന് ശരിക്കും അറിയത്തില്ല. ടൈം ഇല്ലെങ്കിൽ ആ കടയിൽ പോകത്തില്ല, ഇല്ലെങ്കിൽ ലെറ്റ്സ് സീ എന്താ നടക്കുന്നതെന്ന്. ഓക്കെ, സോ ലെറ്റ് മി ഗോ പിക്ക് ഹർ അപ്പ്. ഇപ്പം വിൻ്റർ കഴിഞ്ഞതുകൊണ്ട് ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇരുട്ടുമ്പോഴത്തേക്കും സൺസെറ്റ് ആകുമ്പോഴത്തേക്കും 7:38 ആവും. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം അല്ലെങ്കിൽ നമ്മൾ വിൻ്റർ ടൈമിലൊക്കെ ഒരു നവംബർ ആയി കഴിയുമ്പോഴത്തേക്കും ഡേ ലൈറ്റ് സേവിങ് തുടങ്ങും. അപ്പോഴത്തേക്കും പിന്നെ ഈ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഡേ എൻഡായി. പിന്നെ എന്ത് ചെയ്യാൻ, വീട്ടിൽ ചെന്ന് ഒന്നും പുറത്ത് പോകാനോ ഒന്നും തോന്നത്തില്ല. ഫുൾ ഇരുട്ടി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ? പക്ഷെ ഇപ്പം കൊള്ളാം. ഇപ്പം ഈ ടൈം തന്നെ ഈ 6:45 ആയി. 6:45 ആയപ്പോൾ തന്നെ ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു 3 PM അതുപോലെ. അത് ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നും. ഇതാണ് ഹേസലിൻ്റെ വീട്. And this is called town house. ഇത് അവരുടെ വീട് 98. സോ ഇങ്ങനെ ഈ ഓരോ ഗാരാജസും കാണുന്നത് ഓരോ വീടിനെയാണ്. സോ ഇതൊരു വീടുണ്ട്, ഇതൊരു വീടുണ്ട്, ഇതൊരു വീടുണ്ട്, ഇതെല്ലാം ദാ ഇവിടെ ഉണ്ട്. 3 floors ആണ് ഒരു വീട്. ആൻറ്റി പറയാം. ഷീന ആൻറ്റി ആദ്യത്തെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അല്ലേ കുറെ നാക്ക് ശേഷം വന്നു. ഹേസൽ ഓക്കെ, അപ്പൊ നമ്മള് പോട്ടെ. ബൈ ബൈ. ഹേസൽ ചേഞ്ച് ഔട്ട്ഫിറ്റ്. നമ്മൾ രണ്ടുപേരും ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു, അങ്ങനെ പോയിപ്പോ മാറ്റി. അങ്ങോട്ടിരുന്നു. So we are going to watch which movie? Project Hail Mary. That's what we're watching. അതാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ബ്ലൂടൂത്ത് ഹാങ്. അത് ദുരന്തർ കാണണമെന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല, ബട്ട് അത് കാണുന്നില്ല. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ ടൈമില്ല, ബട്ട് അതിന് പെട്ടെന്നൊന്ന് ഒരു കടയിൽ കയറിയിട്ട് പോവാം. കാരണം ടൈമില്ലെന്നല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല കളിയാവും. പക്ഷെ എന്നാ ടൈം പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. കാരണം 7 ആയി, 7:25. അവിടെ സിനിമ തുടങ്ങുമ്പോൾ ലേറ്റ് ആവും നമുക്ക്. 8 മിനിറ്റ് ആഡാ. 8 മിനിറ്റ് ആഡുണ്ടോ? നല്ല സൺസെറ്റ്. അതെ, ഗോൾഡൻ അവർ. Let's talk about your graduation and prom. What's coming next? Graduation and prom. എന്താണ് പ്രോമിന്റെ പ്ലാൻ? ഹേസൽ ഹൈസ്കൂളിൽ ആണ്, സ്റ്റിൽ സീനിയർ ഇയർ ആണ്, ഇപ്പൊ ഗ്രാജുവേറ്റ് ചെയ്യും. എന്താണ് പ്ലാൻ? എന്താ പ്രോമിന്റെ? ഞങ്ങൾ ആദ്യം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കും, എന്നിട്ട് റെഡി ആവും, സെയിം സ്ഥലത്ത് തന്നെ അല്ലേ? അതെല്ലാ വർഷവും സെയിം സ്ഥലത്താണ്. എന്റെ ഡേറ്റ് അമ്മു ആയിരുന്നു. നമുക്ക് ഒരു ഡേറ്റ് ഒരാളെ കൊണ്ടുപോകാം, ബട്ട് അമ്മു എന്റെ ബാച്ച് അല്ലാത്തത് കൊണ്ട് അമ്മു ലൈക്ക് അല്ലാതെ വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഡേറ്റ് ആയിട്ടാണ് കൊണ്ടുപോയത്.
അതുപോലൊക്കെ തന്നെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് എന്റെ ഇതില്ല ഉറപ്പ് അത് നേരെ പോണോ റൈറ്റ് പോവേണ അറിയില്ല ആണല്ലോ വാവ് നോക്കിയാണ് സ്കൈ നോക്കൂ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അമ്മുവിന്റെ ഗ്രാജുവേഷന് പോയപ്പോഴത്തേക്കും പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഇനി നെക്സ്റ്റ് ഇയർ ഹേസലിന്റെ ആവുന്നു ഇപ്പൊ ആവാറായി ശരിക്കും പെട്ടെന്ന് പോയി ഏത് കോളേജ് കിട്ടി ഞാൻ 17 എണ്ണത്തിലോട്ട് അപ്ലൈ ചെയ്തു കിട്ടി പക്ഷെ എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല ഇപ്പൊ റട്ട്ഗേഴ്സ് നോക്കുന്നു പക്ഷെ അറിയത്തില്ല ഏത് ന്യൂ ബ്രൻസ്വിക്കോ ഇവിടത്തെ ലൈക്ക് ഭയങ്കര പേര് കേട്ട കോളേജാണ് റട്ട്ഗേഴ്സ് അത് 2 സ്ഥലത്തുണ്ട് ലൈനൊന്നും ഇല്ല ന്യൂ ബ്രൻസ്വിക്ക് ആൻഡ് ന്യൂയോർക്ക് എന്തോന്ന് പറഞ്ഞാൽ 3 ക്യാമ്പസ് ഉണ്ട് ന്യൂ ബ്രൻസ്വിക്ക് ന്യൂയോർക്ക് ഒരെണ്ണം ക്യാംപ്ടണും കൂടെ ഉണ്ട് പക്ഷെ ക്യാംപ്ടൺ കൊള്ളത്തില്ല അപ്പൊ അതെവിടെ ദൂരമാണോ കുറച്ച് ക്യാംപ്ടൺ ന്യൂ ജേഴ്സി റട്ട്ഗേഴ്സ് മൊത്തം നമ്മുടെ JP പോലെയാണ് അതെ ഫുൾ ഇന്ത്യൻസ് ആണ് ഫുൾ JP കിഡ്സ് ആണ് അയ്യോ ഇത് ഓക്കെ സോ വി ഹാവ് ടൈം സോ വി ഡിസൈഡ് ടു ഗോ ടു ഡിക്സ് അവിടെ ചെന്ന് എനിക്ക് 2 ഷൂസ് നോക്കാനുണ്ട് ഓക്കെ അതിന്റെ ഫ്രണ്ട് so we came to Dick's. ഇതൊരു എന്താണ് പറയണ്ട ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ കുറേ കടകളുണ്ട് Yeah. Not a vlogger. 560 something in YouTube. Yeah. Thank you. Wow. Okay, what's your name? Yo, my friend just thought you were really cute. He wanted your Instagram. Put that on there. Put that on there. He's volleyball. And he's going to Alright guys, we made a new friend. This is what's your name? Sorry, I forgot to ask. My name is Kamori. You know, you can follow me at k._shadow. Yeah. Yeah. She said I look pretty. You do. Of course. Thank you. You both do. Come on now. Thank you. Especially with the sunset. You gotta have it. Alright, have a good evening. You too. Bye bye. എന്തൊക്കെ 2 മിനിറ്റ് നടന്നത് മറ്റവരെ റെക്കോർഡ് ചെയ്താ കൊറേ ചെക്കന്മാര് അയ്യോ അടച്ചാ ഇത് അടച്ചു ഓ മൈ ഗോഡ് ഓക്കെ സൺഡേ 10 to 7 Alright, let's go. കൊറേ ചെക്കന്മാര് വണ്ടി നിർത്തിയിട്ട് വന്നിട്ട് നമ്മുടെ My friend looks so. My friend thinks you're pretty. Can he have your Instagram? എന്തൊക്കെ നടന്നു അതിന്റെ ഇടയിൽ ഇവര് അവര് വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ചോദിച്ചോണ്ടിരിക്കുന്നു എന്നാലും എന്തൊക്കെ നടന്നു അതിന്റെ ഇടയിൽ കടയടച്ച് കടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ധൃതി പിടിച്ച് വന്നത് ആ കടയും അടച്ചു ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം ടൈമായി എത്ര മണിയായി 7:50. അയ്യോ അതിന് 10 മിനിറ്റ് കൂടെ ഉള്ളു ടിക്കറ്റ് എടുത്തില്ല അടുത്ത എടുക്കണം ഓക്കെ അവരുടെ അടുത്ത് യൂട്യൂബ് പറഞ്ഞു Alright, we're gonna go watch. എന്താ പറയാൻ വന്നത് നമ്മൾ സ്ക്രീൻ 14ലാണ് അവിടെ എത്തി Welcome to Close Up with English. വിശക്കുന്നുണ്ട് പോപ്കോണിന്റെ മണം അടിച്ചിട്ട് ചെറുതായിട്ട് എനിക്ക് വിശക്കുന്നു എല്ലാവരുടെയും ഉണ്ട് ആരും ഇല്ലാതെ പോകുന്നില്ല കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് വിശന്നു കുഴപ്പമില്ല
അത് കഴിഞ്ഞു. എൻ്റെ മൂക്ക് രണ്ടും അളന്ന് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടിരിക്കും. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. അത് പണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാനും അമ്മയായിട്ടൊക്കെ വന്നപ്പോൾ. സോ എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് ഏതെങ്കിലും കട ഉണ്ടോ? ടാക്കോ ബെല്ലുണ്ടോ? എന്നാൽ ടാക്കോ ബെല്ലിൽ നിന്ന് കഴിച്ചിട്ട് ജാക്കറ്റ് ഞാൻ വണ്ടിയിലിട്ടിട്ട് വന്നു. കേസിൽ എടുത്തിട്ടേ ഇല്ല വീട്ടിൽ നിന്ന്. നന്നായിട്ട് തണുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്താ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. വണ്ടി അവിടെ ഇട്ടെന്ന് അറിഞ്ഞൂടാ ആക്ച്വലി. അങ്ങാണ്. നമ്മൾ നടന്നോ? നല്ല തണുപ്പ്. ഓക്കെ, എന്റെ വിരലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ വിരലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. Okay, I got a burrito. I got a soft hazelnut. taco and fries. Yeah, fries-ഉം cheese-ഉം. എൻ്റെ ഫോണിൽ പണഞ്ഞു ഗൈസ്. ഞാൻ ഇങ്ങനെ ചാർജ് ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. എന്താന്നോ ഇന്ന് ഇറങ്ങിപ്പോയി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുനൈറ്റ്. നമ്മൾ കഴിച്ചു. ഇനി ഞാൻ ഹേസലിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ഹോം. 11 ആയി. ഓക്കെ, 10 വട്ടം ബൈ പറഞ്ഞു. ഓക്കെ, ബൈ. ഇനി വേറെ ദിവസം കാണാം. നാളെ സ്കൂളില്ലേ? ബൈ ബൈ. ശരി ബൈ. ഓക്കെ, ഗോയിങ് ഹോം.